നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ മിക്ക പേരും ഒരു ദിവസം കൊണ്ട് റിസൾട്ട്, 2 ദിവസം കൊണ്ട് റിസൾട്ട്, ഒരു മാസത്തിനുള്ള റിസൾട്ട് അങ്ങനെയല്ല. നമുക്ക് ആരുടെയും കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം അതിന് കാരണങ്ങളുണ്ട്. എന്താ കാരണം? ചിലർക്ക് ഒന്നുമില്ലെങ്കിൽ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ഓരോ പേഴ്സണും ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, ചിലർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മൊത്തം നമ്മൾ ചേഞ്ച് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വിഷയം, നിങ്ങളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, മേ ബി അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ ടീച്ചർ ക്ലാസ്സിലെടുത്ത കാര്യം അത് അപ്പം ബുക്ക് മടക്കി വെച്ച് നമ്മൾ എക്സാമിനൊരു സമയത്ത് പോയിരുന്നാൽ നമുക്കത് ഓർമ്മയുണ്ടാവില്ല, അല്ലേ? ഇതാണ് സംഭവം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ പണ്ട് ടെൻത്തിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്, ഇവർ ഈ പഠിപ്പിച്ച് തന്നെ പഠിപ്പിച്ച് നമ്മളത് കേട്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവും. അപ്പോൾ അതും പോസിബിളാണ്. അതായത് നമ്മൾ ബുക്ക് എടുത്ത് നോക്കിയാലും പഠിയലും പോസിബിളാണ്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ അതൊരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നറിയോ? നിങ്ങൾ അതേപോലെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു 30 ദിവസം കൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ 30 ദിവസമെങ്കിലും നമുക്ക് വേണം അതിന്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്തൊപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല പ്രാക്ടീസും നിങ്ങൾ ചെയ്തില്ലെങ്കിലും, ഇപ്പോൾ ഞാൻ ആ 10ാം ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചോദിപ്പിച്ച് ആ ഒരു പെർട്ടിക്കുലർ സംഭവം, ഇപ്പോൾ ഒരു ഹൗ ലോങ് ഹാവ് യു ബീൻ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കത് ഫസ്റ്റിൽ പറയുമ്പോൾ നാവ്, അതായത് ആദ്യം പഠിക്കുന്നതാണെങ്കിൽ അത് നാവ് വഴങ്ങി വരില്ല. അതുപോലെ ഹൗ ലോങ് ഹാസ് ഷീ ബീൻ, ഇതൊന്നും നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമോ? ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയൊക്കെ ടീച്ചറെ ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീട്ടിലിരുന്ന് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് നിങ്ങളത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പിന്നീട് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഓരോ ക്ലാസ്സിലും നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചോദിക്കണം, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മളവിടെ എന്ത് എക്സ്പെക്ട് ചെയ്യണം? നമുക്ക് ഡ്യൂറേഷൻ കുറച്ച് അധികമായിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര ഇംഗ്ലീഷ് പഠിക്കുന്ന ഡ്യൂറേഷനാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലാതെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. എത്ര ദിവസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും? ഇപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, 10 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാം. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ പറയുന്ന ഓരോ പൊട്ടത്തെറ്റും ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പൈസ കിട്ടും. പക്ഷേ നമ്മളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് കോമാളികളാവുന്നത്. അപ്പോൾ നമ്മൾ അതിനെ നിൽക്കാതിരിക്കുക. ഏതൊരു സംഭവമാണെങ്കിലും സമയമെടുക്കും. ക്വിക്ക് റിസൾട്ടിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ക്വിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോബാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ക്വിക്ക് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാനാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എൻ്റെ അടുത്തും സ്റ്റുഡൻസ് വരാറുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസാണ് നമ്മൾ ഒരു ദിവസം ഡീൽ ചെയ്യുന്നത്. ചിലർ ക്വിക്ക് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ക്വിക്ക് റിസൾട്ട് അല്ല, നമുക്ക് എന്ത് കിട്ടുന്നോ അത് നല്ല രീതിയിൽ കിട്ടുക, നമ്മൾ നല്ല രീതിയിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാം, നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്. എന്തെടുത്താലും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ വീട്ടിൽ നിന്ന്, നിങ്ങൾക്കൊരു 3 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ചേഞ്ച് കാണാൻ പറ്റും. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ചേഞ്ച് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വിത്തിൻ എ മന്ത് നിങ്ങൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ എയിം എന്താ? എനിക്ക് വ്യൂവേഴ്സിനെ കൂട്ടണം. സോ ഞാൻ എല്ലാ ഗ്രാമാറ്റിക്കൽ റൂൾസും ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള രീതിയിലും പറയാം, അതേപോലെ തന്നെ ചെറിയ രീതിയിലും പറയാം, അല്ലേ? ടഫായിട്ടുള്ള മാനറിലും നിങ്ങൾക്ക് പറയാം, ചെറിയ രീതിയിലും പറയാം. ഇപ്പോൾ നെയ്തർ നോർ വെച്ചിട്ടും പറയാം ഒരു സംഭവം, അതല്ലാണ്ട് നമുക്ക് ആ സെയിം സെൻറ്റൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ടഫായിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാം. എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ കോഴ്സ് ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് മീ.